നമുക്ക് വിശദമായ വാർത്തയിലേക്ക് കടക്കാം. ട്രംപിനോടും നെതന്യാഹുവിനോടും പെട്ടെന്നുള്ള മരണത്തിന് തയ്യാറാകൂ എന്ന ഭീഷണിയുമായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. അമേരിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാമിന്റെ മരണം കൊലപാതകമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഈ ഭീഷണി. ഖമനേയുടെ വധത്തിന് പ്രതികാരമായി കൊലപ്പെടുത്തേണ്ട 13 വിദേശ നേതാക്കളുടെ പട്ടിക ഇറാൻ മാധ്യമമായ ഹംഷഹരി നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ ഹോർമുസ് അടച്ചിട്ടില്ലെന്ന അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് കപ്പലുകൾ സഞ്ചരിക്കരുതെന്നാണ് ഇറാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ 13 നേതാക്കൾ, അതിൽ ട്രംപ് പെടും, നെതന്യാഹു ഉണ്ട്, മെലോണിയുണ്ട്, ഇവരടക്കം 13ഓളം നേതാക്കളുടെ ലിസ്റ്റ് ഇറാൻ പുറത്തുവിട്ടത്. തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന, അതായത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ പേരുകളാണ്. അതിന് പിന്നാലെയാണ് ഈ സെനറ്ററുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ്. രഞ്ജിത്ത്, അവിടെ വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. കാരണം ഇറാന്റെ ആക്രമണം മാത്രമല്ല, റഷ്യയുടെ ഒരു പിന്തുണയുണ്ട്. ഗ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. ഗ്രഹാം മരിച്ചത് 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹൃദയത്തിനുണ്ടായ ഒരു തകരാറാണ് മരണത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ പിന്തുണയോടുകൂടി ഇറാൻ നടത്തിയ ഒരു ഓപ്പറേഷൻ. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു അവകാശവാദം വരുന്നത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ മരണം ആഘോഷിക്കുകയാണ്. മാത്രമല്ല, ഈ മരണം ഇരന്നു വാങ്ങിയതാണ് എന്നതാണ് വിദേശകാര്യ വക്താവ്, ഇറാനിൻ്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖാബിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഗ്രഹാം നോട്ടപ്പുള്ളി ആയിരുന്നു എന്നത് തന്നെയാണ്. ഇറാനെ തീർക്കുക, ഇറാന് മേൽ ആധിപത്യം സ്ഥാപിക്കുക, യുദ്ധം നടത്തുക, ഖമേനിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം ഉൾപ്പെടെ നടത്തിയ നേതാവാണ്, സെനറ്ററാണ് ഗ്രഹാം. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. വിദേശകാര്യ നയങ്ങളിൽ നിർണായക നിലപാടുകളും തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇറാനോട് കടുത്ത പക വെച്ച് പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഗ്രഹാം. അതുകൊണ്ട് തന്നെ ഗ്രഹാം കൊല്ലപ്പെടുമ്പോൾ അത് തങ്ങളുടെ നീക്കമാണ്. മാത്രമല്ല, മുസ്തഫ ഖമേനിയുടെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരം നടക്കുമ്പോഴാണ് മുസ്തഫയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായത്. കരുതിയിരുന്നോളൂ, ഖമേനിയെ കൊലപ്പെടുത്തിയവരെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകും, വധിക്കും എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം അത് ഇറാൻ ജനതയെ വലിയ ആവേശത്തിലാക്കിയിരുന്നു. വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് സംസ്കാര സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ആളുകൾ അതിനെ ഏറ്റെടുത്തതും ആ തരത്തിലാണ്. മാത്രമല്ല, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയുമാണ് ഈ സമാധാന കരാറിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ്. ആ തീരുമാനങ്ങൾക്കൊപ്പം ഈ ഇരു നേതാക്കളും നിൽക്കുന്നു എന്നൊരു വാദം ഉയർന്നു വന്നു. മാത്രമല്ല, ഇറാൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും മുസ്തഫ ഖമേനി, അദ്ദേഹം ഒളിവിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വരികയും അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകൾ ഹോർമൂസിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള നേതാക്കൾക്കൊന്നും തന്നെ ഇതുമായി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമാണല്ലോ വിനോദ്, ഈ ഹംഷഹരി എന്ന് പറയുന്ന മാധ്യമം. അതിൽ മുൻ പേജിലാണ് ട്രംപ് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്ന ചിത്രവും ഒക്കെയായി ബന്ധപ്പെട്ട്, അതിനോട് ചേർന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലിൻസേ ഗ്രഹാമിൻ്റെ ചിത്രം പിടിച്ചുള്ള ട്രംപിൻ്റെ മുട്ടുകുത്തിക്കറിയ ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഇതിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രിയുണ്ട്, മറ്റൊരു ഇറാൻ പത്രമായ വതനി എംറൂസ് ഗ്രഹാമിനെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങളിൽ പരസ്പര ആക്രമണങ്ങൾക്കിടയിലാണ്. നമുക്കറിയാം, അവിടുത്തെ പരമോന്നതാവിൻ്റെ സംസ്കാര ചടങ്ങിലും ജനങ്ങളുടെ മുദ്രാവാക്യം വിളി മുഴുവൻ ട്രംപിനെതിരെയായിരുന്നു. ട്രംപിൻ്റെ സംസ്കാരമടക്കം അവർ പ്രതീകാത്മകമായി അവിടെ നടത്തി. അങ്ങനെ ഈ വിഷയത്തിനൊരു പരിഹാരം അകലെയും തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പരസ്പര പോർവിളിയും അവിടുത്തെ വികാരവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഹംഷഹരിയുടെ ഫ്രണ്ട് പേജായി വന്നതാണ്. അവരുടെ ഓൺലൈൻ പേജിൽ ഉൾപ്പെടെ ഈ ചിത്രം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രഹാമിൻ്റെ പടം പിടിച്ച് ഭയചകിതരായി നിൽക്കുന്ന മറ്റ് നേതാക്കൾ, ട്രംപും നെതന്യാഹും ഉൾപ്പെടെയുള്ളവർ ഭയന്ന് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ തിരിച്ചടി എന്ന നിലയ്ക്ക് അവരുടെ വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു. മാത്രമല്ല, ഹോർമൂസിൽ ഒന്നുകൂടി ഇറാൻ കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതും ഒരാൾ മിസ്സായതും അടക്കമുള്ള കാര്യങ്ങൾ. അതിനിടയിലാണ് ഈ അമേരിക്കയുടെ ഒരു ചോദ്യം വന്നത്, ആരാണ് ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ ഒരു ഉപരോധവുമില്ല, കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്ന വാക്ക് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുള്ള പ്രതികരണം കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. കപ്പലുകൾ അങ്ങനെ സഞ്ചരിച്ചാൽ വലിയ വില നൽകേണ്ടി വരും, പ്രത്യാഘാതം അത് വലുതായിരിക്കും എന്ന തരത്തിലുള്ള ഭീഷണി കൂടി കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അവിടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സൗഹൃദ രാജ്യം എന്നൊരു പരിഗണന പോലും നൽകില്ല എന്ന ഒരു നിലപാടിലേക്ക്, കടുത്ത
നിലപാടിലേക്ക് ഇറാൻ പോവുകയാണ്. അവിടെയാണ് ഹോർമൂസിൽ വീണ്ടും സംഘർഷം കനക്കുമോ, എണ്ണവില ഉൾപ്പെടെ ഉയരുമോ എന്ന സംശയം വരുന്നത്. മാത്രമല്ല, ക്രൂഡിന് ബാരലിന് $68 ആയിരുന്നത് ഇപ്പോൾ അത് 73 പോവുകയാണ്. അതായത് എണ്ണവില ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും ആശങ്കയായി കാണുന്നത്. നമുക്കറിയാം, പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ തന്നെ വില വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ ഒരു ശമനമുണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. ഒരുപക്ഷെ തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ നേതാക്കളെ പരസ്പരം വെല്ലുവിളിക്കുന്ന തരത്തിൽ നേതാക്കൾക്കപ്പുറത്തേക്ക് ഈ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ പോലും ഈ രംഗത്തിറങ്ങുന്നു, ആളുകളെ അങ്ങനെ ഉത്തേജിപ്പിക്കുന്നു. ആ തരത്തിൽ വലിയ സംഘർഷത്തിൻ്റെ സാഹചര്യം ഉടലെടുക്കുന്ന ഒരു ഘട്ടമാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ വെല്ലുവിളി പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം.